ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. അതായത് സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ എന്തൊക്കെ ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്താ പറയുക, നിങ്ങളൊക്കെ സ്കൂൾ ഷോപ്പൊക്കെ ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് കാണാം. ഫസ്റ്റിൻ്റെ ബാഗ് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ യൂസ് ചെയ്ത ബാഗാണ്. പുതിയ ബാഗ് വാങ്ങിയിട്ടുണ്ട്, പക്ഷേ നമ്മളിതാണ് ഈ വർഷം കൊണ്ടുവന്ന ഒരു ഡാമേജും ഇല്ല. കാണിച്ചു തരാം. ഇതാണ്, ഒരു ഡാമേജൊന്നുമില്ല. ഫസ്റ്റ് ഒരു ഓറയുണ്ട്. 3 കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇതിനുള്ളത്. സൈഡിലാണ്ട് ഒരു കുപ്പി വെക്കാനൊക്കെ ഉള്ളൊരു കമ്പാർട്ട്മെൻറ്റ്. അപ്പം ഇതാണ് എൻ്റെ ബാഗ്. നമുക്കുണ്ട് കുപ്പി നോക്കാം. ഈ കുപ്പി പുതിയതാണ്. സ്റ്റീലിൻ്റെ ബോട്ടിലാണ് നമ്മളിപ്പോൾ കുപ്പിയൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മുടെ കുപ്പി. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പൗച്ചാണ്, നമ്മൾ കഴിഞ്ഞ വർഷം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന യൂണിക്കോണിൻ്റെ പൗച്ചാണിത്. ഇനി നെക്സ്റ്റായിട്ട് ഇൻസ്റ്റമെൻറ്റ് ബോക്സാണ്. ഞാൻ കഴിഞ്ഞ വട്ടം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ്, പക്ഷേ അത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ കയ്യിൽ തന്നെ മുട്ടി അങ്ങനെയൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ബോക്സ്, ഇത് ഡോമക്സിൻ്റെ ഇൻസ്റ്റമെൻറ്റ് ബോക്സാണ്. ഞാൻ കഴിഞ്ഞ വർഷം ബോക്സ് വാങ്ങിയിട്ടില്ലായിരുന്നു, ഞാൻ ഈ വട്ടം വാങ്ങിയിട്ട് തരുന്നത്. ഇതിനകത്ത് വരുന്നത് ഒരു ലെൻസും ഉണ്ട് കേട്ടോ. അതേപോലെ ഇതിനകത്ത് ഡിവൈഡറിൻ്റെ പകരം മറ്റൊരു ഐറ്റം ആണുള്ളത്. പിന്നെ നമുക്കൊരു റബ്ബറുണ്ട്. പിന്നീട് എന്താ, ഒരു കട്ടർ, പിന്നെ സ്കെയില്, അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്കിതിനെ അതേപോലെ വെച്ച് വെക്കാം. അപ്പം സ്കൂൾ തുറക്കലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 3-ാം തീയതിയിലത്താക്കി. അപ്പം എന്താ പറയുക, നല്ല സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. അതായത് സങ്കടമെന്ന് പറയുമ്പം നമ്മളെല്ലാം പ്രിപ്പയറൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം കൂടി നീട്ടി എന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമം. സന്തോഷം നമുക്ക് ഒരു ദിവസം കൂടി വീട്ടിലൊക്കെ ഇരിക്കുക എന്നുള്ളൊരു സന്തോഷമാണ്. നിങ്ങൾക്കിതിലേതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ അടുത്തതായിട്ട് കൊടയാട്ടോ. ഇത് നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയ കൊടയായിരുന്നു. ഒരു ഡാമേജ് ഇല്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുള്ളത് റിയൽ ബസാറിൽ നിന്നായിരുന്നു. ഇനി നമുക്ക് ബുക്സൊക്കെ കാണാമേ. ഇതാണ് ബുക്സ്. ഞാൻ ഓൾറെഡി എല്ലാം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 ബുക്ക് എന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് വർഷം പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ബുക്കായിരുന്നു. അപ്പം നമുക്ക് അപ്പം എത്ര സബ്ജക്റ്റ് ഉണ്ടെന്ന് അറിയാതെ നമ്മൾ പൊതിഞ്ഞ വിഷയമായിരുന്നു. അപ്പം നമ്മൾ ആ 2 വിഷയം റഫായിട്ടും അറബി നോട്ട് ബുക്കായിട്ട് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മുടെ ഇതിട്ടാണ് കേട്ടോ. അങ്ങനെ വേഗം നമ്മൾ ടെസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടെസ്റ്റൊക്കെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. ടെസ്റ്റൊക്കെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പേന, പെൻസിലൊക്കെ പറയുമ്പം അതൊന്നും ഈ വട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്തൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഇതിനകത്താണ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ചെറിയൊരു നിങ്ങൾ നോക്കാം എന്തൊക്കെയാണ്. ഇതൊരു ഹൈലൈറ്റർ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങളൊക്കെ വരയ്ക്കാം ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു പേന, നമ്മൾ ഈ വട്ടം വാങ്ങിയ പേനയാണ്. ഈ വർഷം കഴിഞ്ഞ ഇയറിൽ ലാസ്റ്റ് വാങ്ങിയ പേന. ഇത് മറ്റൊരു പേന. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലാക്കാണ്, ബ്ലൂവിനേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കൂടുതലും ബ്ലാക്കൊക്കെയാണ് കേട്ടോ. 2 ബ്ലാക്ക് പേന പുതിയതാണ് കേട്ടോ. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെ റെഡ് ലിങ്ക് ഉണ്ട്, റെഡ്. പിന്നെ പെൻസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ പെൻസിൽ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് പെൻസിലൊന്നും ഈ വർഷം അധികം യൂസൊന്നും ആവശ്യമില്ല. അതായത് നമ്മൾ ഫുള്ള് പേനയൊക്കെ ആയിരുന്നു. അത്രയും പെൻസിൽ. ഇത് മാത്രമല്ല, ഇനിയുണ്ട് കേട്ടോ പെൻസില്. പിന്നെ പേന കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അധികമൊന്നുമില്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളൂ. ഞാൻ ഇനിയിപ്പോൾ ഈ വർഷം വാങ്ങണം. ഇത് കണ്ടോ, ഈ പേന നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയണം ഗൈസ്. കണ്ടോ,
ഒരു പേന മണ്ടയിലൊരു സാധനം വരുന്നതാണ് കേട്ടോ. അതെവിടെയോ പറഞ്ഞു കേട്ടോ. ഇതിങ്ങനെയാണ് കേട്ടോ, ഇരിക്കുമ്പോൾ ഇങ്ങനെ വരും, അങ്ങനെ വരുന്ന സാധനമാണ്. അപ്പം നമുക്കിതൊക്കെ എടുത്ത് വെക്കാം. നിങ്ങളൊക്കെ സ്കൂൾ ഷോപ്പൊക്കെ ചെയ്തോന്ന് പറയണം കേട്ടോ. ഞാൻ എന്നെയും ചെയ്തതാണ് കേട്ടോ. ഞാൻ സ്കൂൾ അടച്ച സമയത്തൊക്കെ പോയി വാങ്ങിച്ച ഐറ്റംസൊക്കെയാണ്. അപ്പം ഇപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി, കാരണം നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അപ്പം നമ്മുടെ ശബ്ദം കിട്ടത്തില്ല, അതേപോലെ നല്ല ക്ലിയർ ആയിട്ട് കാണത്തില്ല, അങ്ങനെയൊക്കെ കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിശദമായിട്ട് ഭാഗം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പം ഇങ്ങനെ നമ്മൾ ചോറൊക്കെ വെക്കണം. ഇത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഭാഗം തന്നെയാണ് കേട്ടോ. ഇത് പുതിയ ബാഗ് ഞാൻ കാണിച്ചു തരാം. പിന്നെ പുതിയ ബാഗും അതിനോടൊപ്പം തന്നെ കുറച്ച് കുറച്ച് പുതിയ കളക്ഷൻസും കൂടെ ഉണ്ട്. 2 മാല, ഒരു 2-3 പുതിയ കളക്ഷൻ മാലകളാണ് കേട്ടോ. അതുകൊണ്ട് കാണിച്ചു തരാം. ഈ വർഷം വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ കാണിച്ചു തരാമേ, വെയിറ്റ്. അപ്പോൾ കഴിച്ചിട്ടാണ് പുതിയ ബാഗ്. ഞാൻ യൂസൊന്നും ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. നല്ല വലിയ ബാഗാണ്. പിന്നെ റേറ്റൊക്കെ വന്നിട്ടുള്ളത് ഞാൻ പറയാം. എത്ര റേറ്റ്? 3590 രൂപ റേറ്റ് വരുന്നത്. നമുക്ക് ഇത് 1000 ഇത്ര സംതിങ് റുപ്പീസിനാണ് കേട്ടോ. ഇതിന് വാങ്ങിയിട്ട് MRP ഇതിനകത്ത് അടിച്ചിരിക്കുന്നത് 3099 രൂപയാണ്. പക്ഷേ 3000 സംതിങ് റുപ്പീസാണ് ഇതിനകത്ത്. 3950 രൂപയാണ് ഇതിനകത്ത് അടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് 1000 എത്ര റുപ്പീസായതേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ അധികം യൂസ് ചെയ്യാനൊന്നും പോയി, ഒരു ഹൈസ്കൂളൊക്കെ ആകുമ്പോഴത്തേക്കും യൂസാക്കാം. നമ്മൾ കാണിച്ചു തരാം. ഫസ്റ്റ് കട്ട് സീപ്പൊക്കെ കാണും, നല്ല അടിപൊളി സീപ്പ്. ഇതാണ് ഐറ്റം കണ്ടോ. ഇതിൻ്റെ താണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതാണ്ട് 2 ഉറ വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇടാനായിരിക്കും 2 ഉറ നിർത്തിയിട്ടുണ്ടാകും. പിന്നെ ഇതിൻ്റെ ഉറ വന്നിട്ടുള്ളത് 3 ആയിട്ടാണ് കേട്ടോ. 3 ഉറയാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എന്തെങ്കിലും കുപ്പി ഐറ്റംസൊക്കെ വെക്കാം. നല്ല ബാഗാണ്, നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. അപ്പം നിങ്ങളൊക്കെ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ഞാനിത് യൂസ് ചെയ്യത്തില്ല. പിന്നെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ പുസ്തകങ്ങൾ നമുക്ക് കൊണ്ടുപോകേണ്ടി വരത്തില്ലല്ലോ. അപ്പം നമുക്ക് പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോകാറാകുമ്പോഴത്തേക്കും ഇതാക്കാം കൈസ്. പിന്നെ രണ്ട് തട്ടായിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് പുസ്തകങ്ങളും വെക്കാൻ വേണ്ടിയുള്ള കണ്ടോ. അപ്പം പിന്നീട് ഞാനൊരു മേക്കപ്പ് ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു. ഇതാണ് മേക്കപ്പ് ബോക്സ്. നല്ല പുതിയ മേക്കപ്പ് ബോക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ പരിപാടിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാ ഞാനിത് കാണിച്ചു തരാം. ബാക്ക് ക്യാമിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് നമുക്കൊരു ഉറയുണ്ട്. അതിനകത്തുള്ള ഐഷാഡോ, ഒരു കണ്ണാടി ഉൾപ്പെടെ ഉണ്ട് ഗൈസ്. നമുക്കൊക്കെ നോക്കാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് ഇത് നമ്മൾ ഐഷാഡ് ഇതിനകത്ത് തന്നെ കണ്ടോ. ഇത് നമുക്ക് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഐഷാഡ്, ഇതൊക്കെ ഐഷാഡാന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. കണ്ടോ, അതിൻ്റെ അടിയിലൊരു ഉണ്ട്. ഇത് നമുക്ക് ഫേസിലൊക്കെ ഇടുന്ന റോസ് പൗഡർ ഐറ്റംസൊക്കെയാണ്. ഇതെന്താണെന്ന് അറിയുക ഗൈസ്. ഒരു മിനിക്കം പോലെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ ഗൈസ് കണ്ടോ, ഇതാണ് ലിപ്സ്റ്റിക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചതുണ്ട് ഒരു ഐറ്റം. ഇതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഐറ്റം. പിന്നെ ഇതിനകത്ത് ദാണ്ടിക്ക് ഒരു ഐറ്റം വരുന്നുണ്ട്, ഒരു മിനുക്കമാണെന്ന് തോന്നുന്നുണ്ടോ. ഇതാണ് നമ്മുടെ പുതിയ മേക്കപ്പ് സെറ്റ്. ഞാൻ യൂസ് ചെയ്യത്തില്ല. എന്തെങ്കിലുമൊക്കെ പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണ സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് യൂസ് ആക്കാം. നമ്മുടെ പൂച്ച അതുവഴി ഓടിപ്പോയിട്ടുണ്ട്. ബാക്കി പിന്നീട് പുതിയ വള ആൻഡ് മാല എന്നൊക്കെ പറയുമ്പോൾ
ഇതാണ് ഇതിനകത്താണ് സംഭവം. ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും കണ്ടോ കാണിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് അധികം എന്ന് വെച്ചാൽ വലിയ മാലകളൊന്നും ഇഷ്ടമല്ല. പകരം ഇങ്ങനത്തുള്ള നല്ല അടിപൊളിയാക്കി ഉണ്ടാക്കുന്ന നെക്ലേസ് കൊടുക്കണം മാലയാണ് ഇഷ്ടം. കാണാമോ പ്ലീസ്. പിന്നെ ഇതിൻ്റെ കൂടെ 2 മുട്ട് കമ്മൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതേപോലെ എടുത്ത് വെച്ച് സ്കൂൾ തുറക്കുമ്പോൾ ഇടാമല്ലോ അല്ലേ ഗൈസ്. സ്കൂൾ തുറക്കുമ്പോൾ ഇട്ടുകൊണ്ട് പോകല്ലോ സ്കൂളിൽ. നിങ്ങൾക്ക് വലിയ മാലകളൊക്കെ ഇഷ്ടമാണ്. എനിക്ക് അധികം വലിയ മാലകളൊന്നും ഇഷ്ടമല്ല. മുത്തുമാലയാണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത്. ഇങ്ങനെയുള്ള മാലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്കിഷ്ടമായിട്ട് ഇങ്ങനെയുള്ള മാല നെക്സ്റ്റ് നമ്മൾ ഇതെല്ലാം കിട്ടിയിട്ടുള്ള ദുബായിൽ നിന്നാണ് കേട്ടോ. ഇതൊരു വലിയ കളറാണ്. കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കമ്മലാണ്. പിന്നെ ആയിട്ട് വരുന്നത് ഈ ഒരു മാലയാണ്. ഇതൊരു ബട്ടർഫ്ലൈയുടെ മാലയാണ് കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇതൊരു ബട്ടർഫ്ലൈ 3 ബട്ടർഫ്ലൈയുടെ മാലയാണ്. അതായത് 3 ലോക്കറ്റ്സ് ഉള്ള ബട്ടർഫ്ലൈയുടെ മാലയാണ്. ഇതാണ് മാല. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മാലയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല കുഞ്ഞു മാലയാണ് കേട്ടോ. അധികം ലോക്കറ്റും ചെയിൻ മോഡൽ മാലകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ പുതിയ കളക്ഷൻസിൽ ഉള്ള കളക്ഷൻസാണ്. ഇത് ഓരോ ബണ്ണ് ക്ലിപ്പ് അങ്ങനെയൊക്കെ വരുന്ന സംഭവമാണ്. പിന്നെ ഇത് കുറച്ച് ക്ലിപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ ഈ സംഭവങ്ങളെല്ലാം ദുബായിൽ നിന്നുള്ളതാണ്. പിന്നെ എൻ്റെ പുതിയൊരു ഐറ്റാണ് എൻ്റെ ഇട്ടിട്ടുള്ള ബട്ടർഫ്ലൈയുടെ തന്നെ ഒരു വള. ഇത്തിരി വലിയതാണ്. പിന്നെ എൻ്റെ കുറച്ച് നല്ല ബണ്ണുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഞാനിതൊക്കെ എടുത്ത് വെക്കാൻ പോകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്. അപ്പോൾ ഗൈസ് പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്ന് പറയണം. അപ്പോൾ ഞാൻ പോകുവാണ്. അപ്പം നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യുക, കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് വീഡിയോ വേണ്ടേ എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.